സമയം വൈകിട്ട് 4:30 കഴിഞ്ഞിരിക്കുന്നു. ഈ സമയത്ത് ഇടുക്കി ജില്ലയിലെ മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെ യാത്ര ചെയ്യുന്നവർ സൂക്ഷിക്കുക. അവിടെ വലിയൊരു പാറക്കല്ല് റോഡിലേക്ക് വീണിരുന്നു. ആ വീണ പാറക്കല്ല് റോഡിൽ നിന്ന് മാറ്റി എങ്കിൽ പോലും ഇനിയും വലിയ രീതിയിലുള്ള പാറക്കല്ലുകൾ അതിലൂടെ വീഴാൻ സാധ്യതയുണ്ട്. വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ സ്വന്തം വാഹനത്തിന്റെ മുകളിലേക്കോ മറ്റോ കല്ല് വീഴാൻ സാധ്യതയുണ്ട്. വലിയ രീതിയിലുള്ള ജാഗ്രതയോടുകൂടി വേണം മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെ ഇപ്പോഴും ഇന്നും നാളെയും ഇനിയുള്ള ദിവസങ്ങളിലും പ്രത്യേകിച്ചും അതിശക്തമായ മഴ പെയ്യുന്ന ദിവസങ്ങളിൽ യാത്ര ചെയ്യാൻ. അവിടെ നിന്ന് കുട ചൂടിക്കൊണ്ട് ബിനീഷ് ആന്റണി അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ വ്യക്തമാക്കും. മഴക്കാലമായാൽ തന്നെ ഈ ഗ്യാപ്പ് റോഡിലെ ഇതുവഴിയുള്ള യാത്ര ഏറെ അപകടകരം എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ വലിയ ഒരു പാറയിടിച്ചിലുണ്ടായി. തലനാരിക്കാണ് ഈ പല വാഹനങ്ങളും രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ യാത്രക്കാരെല്ലാം രക്ഷപ്പെട്ടത് എന്ന് വേണം പറയാൻ. ഏതായാലും എനിക്ക് പിന്നിൽ കാണുന്ന ഈ കുന്നിൽ നിന്നാണ് ഇന്നലെ വലിയൊരു പാറ അടർന്നു വീണ് റോഡിലേക്ക് പതിച്ചത്. ഏതായാലും റോഡിന് ചെറിയ രീതിയിലുള്ള കേടുപാടുകളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഓടകളെല്ലാം തന്നെ ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഏതായാലും ഇത് വലിയൊരു ദുഷ്കരം എന്ന്, അല്ലെങ്കിൽ വലിയൊരു അപകടകരം എന്ന് വേണം പറയാൻ. മഴ ഉണ്ടായാൽ തന്നെ ഇതുവഴിയുള്ള യാത്ര കളക്ടർ രാത്രികാല യാത്രാ നിരോധനമെല്ലാം ഏർപ്പെടുത്തും. അത്തരത്തിലാണ് ഈ കാണുന്നത്. ഏതായാലും പ്രദേശവാസികളോട് ചേർന്നിട്ട് ഈ ഗ്യാപ്പ് റോഡിലെ യാത്ര ഗ്യാപ്പ് റോഡിലെ യാത്ര എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കല്ല് വീഴുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കല്ല് വീണ് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന റോഡാണ് ഇപ്പം. അപ്പം അങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. യാത്രക്കാർക്കൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുള്ള രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും മഴക്കാലമായാൽ ഈ റോഡ് ഈ അതിശക്തമായ മഴ പെയ്താൽ തന്നെ രാത്രികാല യാത്രാ നിരോധനവും അതോടൊപ്പം തന്നെ പല സഞ്ചാരികളും വാഹനങ്ങൾ ഇരുവശങ്ങളിൽ നിർത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഏതായാലും വാഹനങ്ങൾ ഇരുവശങ്ങളിൽ നിർത്താൻ പാടില്ല, ഗ്യാപ്പ് റോഡ് പരിസരത്ത് നിർത്താൻ പാടില്ല എന്നൊരു കർശന നിർദ്ദേശവും തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ പാറയാണ് ഇന്നലെ രാത്രി റോഡിലേക്ക് പതിച്ചത്. ഏതായാലും വലിയൊരു അപകടം ഒഴിവായി എന്ന് വേണം പറയാൻ. ഏതായാലും ഇപ്പോൾ പാറ ഒരു റോഡ് സൈഡിലേക്ക് യന്ത്രത്തിന്റെ സഹായത്തോടെ റോഡ് സൈഡിലേക്ക് ദേശീയപാത അധികൃതർ നീക്കിയിട്ടുണ്ട്. ഏതായാലും പാറ പൊട്ടിച്ചിരിക്കാനുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്.